പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ടാകും. എസ്പെഷ്യലി നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. പക്ഷേ എസ്പെഷ്യലി ഈ ഒരു ടൂള് ഗാമ എന്ന് പറഞ്ഞൊരു ടൂൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രസൻറ്റേഷനെ, അതായത് ഗൈസ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രസൻറ്റേഷൻ, ഇത് ഞാൻ എൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തൊരു പ്രസൻറ്റേഷനാണ്. ഈ ഒരു പ്രസൻറ്റേഷനെ ജസ്റ്റ് ലുക്ക് ഹിയർ, ഈ ഒരു രീതിയിൽ ആക്കി തന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു ടൂളാണ്. ഇത് മാത്രമല്ല, ഞാൻ റീസെൻ്റ് ആയിട്ട് കുറച്ച് പ്രസൻറ്റേഷൻസ് വെച്ചിട്ടുണ്ടാക്കി, ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഈ ഒരു പ്രസൻറ്റേഷനും ഇത് നമ്മൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസൻറ്റേഷനായിരുന്നു. സോ ഈ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ആ പ്രസൻറ്റേഷൻ ഞാൻ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തതിന് കൊടുത്ത ശേഷം കുറച്ച് ചെറിയ നമുക്ക് എന്തൊക്കെ എഡിറ്റ്സ് വേണ്ടത് അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി തരും. സോ ഇത് നമുക്ക് ക്ലയൻസിൻ്റെ ഒരു പ്രസൻറ്റേഷന് പോകുമ്പോൾ നല്ല രീതിയിൽ അത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ടൂളാണ് ദിസ് വൺ, ഗാമ. ഇതിൽ പ്രസൻറ്റേഷൻ മാത്രമല്ല, ഒരുപാട് വേറെയും നമുക്ക് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനോ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. AI ടൂളാണ്. നമുക്കപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ അത് നമുക്ക് ഹെൽപ്പ് എടുക്കാം. സോ ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ആക്ച്വലി ഇത് പെയ്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ജസ്റ്റ് നമ്മളൊരു ഫ്രീ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ആൻഡ് ഗിവ് മീ ഫീഡ്ബാക്ക് ആൾസോ.